ഹലോ, നമുക്കിന്ന് നുറുക്ക് ഗോതമ്പും കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാം. എന്താ പറയുക, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും നല്ലതാണ്, 4 മണി പലഹാരമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അതിന് വേണ്ടത് നുറുക്ക് ഗോതമ്പ്, ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞത്, അത് ഒരു കപ്പ് തേങ്ങ. ഇത്ര സാധനമാണ് വേണ്ടത്. ഇത് നല്ല ചുവടുകട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു 3-4 സ്പൂണിന് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് പൊട്ടി വരുമ്പം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതിട്ട് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് മൂപ്പിച്ചിട്ട് ഇത് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇങ്ങോട്ട് വരണം. ഇതുപോലെ ഈ അരിപ്പയ്ക്കകത്തിട്ടിട്ട് അരിപ്പയിൽ തന്നെ ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുക്കണം. എന്നിട്ട് ഈ പരുവത്തിലായ ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അത് വെള്ളത്തിൽ കുതിർത്തൊന്നും വയ്ക്കുന്നതല്ല കേട്ടോ. വെള്ളത്തിലൊന്നും കുതിർത്താതെ അങ്ങനെ അന്നേരം തന്നെ നമ്മൾ കഴുകിയെടുക്കുന്നു. ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അരിയൊക്കെ പൊട്ടാൻ തുടങ്ങുന്ന പോലെ ഒന്ന് പൊട്ടി വരും. അങ്ങനെ പൊട്ടി ഒരു ചെറിയ ഇത് അരി പൊരിയുന്ന പോലെ തന്നെ ഒന്ന് വരുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് നല്ല അരി മുരിയുന്ന പോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ നുറുക്ക് ഗോതമ്പ് എടുത്ത് അതേ ഗ്ലാസ്സിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം. തീ കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളം 1/2 കപ്പും കൂടി ഒഴിക്കണം കേട്ടോ. അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ അതിൻ്റെ ഉപ്പും രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം 10 മിനിറ്റ് വേകട്ടെ. ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. അടിക്ക് ഒരു സാധനം പിടിക്കില്ല, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഉപ്പുമാവ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കാം എല്ലാവരും. നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് വെക്കണം, അടിക്ക് പിടിക്കാതെ കേട്ടോ. എന്നിട്ട് ഇനി പരുവായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് ഒന്ന് തട്ടിപ്പത്തി വെച്ചിട്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. എന്നിട്ട് 2 മിനിറ്റിൽ ഇളക്കി കൊടുക്കണം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്.
ഇതൊന്നുണ്ടാക്കി നോക്കും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്കത് ഡിഷിലേക്ക് മാറ്റാം. പഴം വേണ്ടവർക്ക് ഒരു പഴമൊക്കെ കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.